വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഇത് 3 വിസിൽ വരെ വേവിച്ചെടുക്കും. മുട്ട ഓരോന്നായിട്ട് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. മുട്ട നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും ചേർത്ത് കുക്കർ മൂടിയിട്ട് 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. മുട്ട വേകുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. മുട്ടക്കറിയുടെ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ 3 സവാള 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 ടൊമാറ്റോ വേണം, 2 പച്ചമുളക് വേണം. ഈ അരിഞ്ഞെടുക്കുന്ന സവാള കൈകൊണ്ട് ഇതിൻ്റെ ഓരോ അല്ലിയൊന്ന് വിടർത്തി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുമാതിരി ഇളക്കിയിട്ട് കൊടുക്കുന്നത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ മുട്ടക്കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ ചട്ടിയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും പൊടികളും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടൊമാറ്റോയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല വെട്ടിത്തിളയ്ക്കുന്ന ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മുട്ട അതിൻ്റെ തോടിൽ നിന്ന് പൊളിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് മുട്ട എടുത്ത് വരഞ്ഞിതിലേക്കിടാം. മസാലകൾ ഉള്ളിൽ കടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കുന്നത്. മുട്ട ചേർത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.